പല പെൺകുട്ടികൾക്കും വല്ലാത്ത ധൈര്യമാണ്. പടച്ചവനെ, ചാനലുകാരുടെ മുമ്പില്, പരസ്യമായ യൂട്യൂബുകാരന്മാരുടെ മുമ്പില് അള്ളാഹുവിന്റെ ദീനിനെയും ഇസ്ലാമിന്റെ നിയമങ്ങളെയും പുച്ഛിച്ചു പറയുന്ന യുവത്തവേ, വീട്ടിൽ ചെന്നിട്ട് ഈ ആയത്തിന്റെ അർത്ഥമൊന്ന് നീ വായിച്ചു നോക്കണം. വത്തഖൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. ഇതിന്റെ അർത്ഥം പറ്റുമെങ്കിലും ഒന്ന് വായിച്ചു നോക്കണേ. ഇതല്ല പറഞ്ഞതാ, ഇതല്ല പറഞ്ഞതാ, ഇത് അല്ല പറഞ്ഞതാ. വത്തഖൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. എവിടെ പോകാനാ നീയൊക്കെ? നീയൊക്കെ എവിടെ വരെ പോകും പെണ്ണ്? ഓടിയാ എവിടെ വരെ ഓടുമെന്നൊരു പഴഞ്ചൊല്ലില്ല. നീയൊക്കെ എവിടെ വരെ പോകാനാ? കാബുൽ അർവാഹു മലക്ക് അസ്റായീൽ നിന്റെ കണ്ണിന്റെ മുമ്പിൽ വരുമ്പോ എവിടെ ഓടും മോളെ? നിന്നെ പോലെ വിറപ്പിച്ച് നടന്നവളുമാരൊക്കെ എവിടെ പോയി? പറയടാ ചെറുപ്പക്കാരാ, നിന്റെ കുടുംബത്തിൽ തന്നെ എത്ര രാജാക്കന്മാരുണ്ടായിരുന്നടാ? നാട് വിറപ്പിച്ച കൊലകൊമ്പന്മാര് അസ്റായിൽ വന്നപ്പോ എവിടെ പോയി? കല്ലാ ഇദാ ബലഗതി ത്വറാഖിയ വകീല മൻ റാഖ് വളന്ന അന്നഹുൽ ഫിറാഖ് വൽതഫതി സാഖ് ബിസാഖ് ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്. മലക്കുകൾ നിന്നോട് പറയും വിളിക്കാറ്. ചാനലുകാരെ വിളി, യൂട്യൂബുകാരെ വിളി, നിന്റെ കൂടെ നടന്നവരെ വിളി, ജയ് വിളിച്ചവരെ വിളി. രാവും പകരം നിന്റെ കൂടെ ഒരുപാട് പേരും നടന്നല്ലോ, ഞങ്ങള് കൊണ്ടുപോകാം. ഈ മതം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഭയങ്കര ഡേഞ്ചറാണ്. ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സാധനം. നമ്മള് ചെറുപ്പത്തിലെ ഇൻജക്ട് ചെയ്യാണ് ഓരോ കാര്യങ്ങള്. അപ്പൊ സത്യം പറയാലോ, ഞാൻ മദർസയിൽ 6ാം ക്ലാസ് വരെ പോയ ഒരാളാണ്. പക്ഷെ മദർസയിൽ എന്നെ പഠിപ്പിച്ച കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഇപ്പൊ എനിക്ക് ആലോചിക്കുമ്പോ ദേഷ്യമൊക്കെ വരും. അപ്പോ അത് തിരിച്ചറിവുകളാണ്. വിശ്വസിക്കുന്ന ആളാണോ? മതമായിട്ടുള്ള ആചാരങ്ങളോ ഒന്നുമില്ല. ഞാനങ്ങനെ ഏത് പോയിന്റിലാണ് മതം എന്ന് അതിനെ ഒഴിവാക്കാം, അല്ലെങ്കിൽ അത് എന്റെ ഭാഗത്ത് ഞാൻ മതമായി ചേരില്ല എന്ന് തോന്നൽ എപ്പോഴാണ്? ഞാനില്ല ഹ്യൂമാനിറ്റിയിൽ വിശ്വസിക്കുന്ന ആളാണ്. ഞാനൊരു മതത്തിലോ അല്ലെങ്കിൽ ഒരാൾ പറയുന്നത് കേട്ടോക്കെ ഒരാളെന്നോട് ഇങ്ങനെ പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നടക്കാം, അങ്ങനെയല്ല. ഞാൻ എന്റെ എക്സ്പീരിയൻസിൽ ഞാൻ അനുഭവിച്ചതും ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളും വെച്ചിട്ടാണ് എന്റെ ഇപ്പത്തെ ജീവിതം. ഇപ്പൊ ഞാൻ മുന്നോട്ട് പോകും. അതാണ് വേണ്ടത്. അല്ലാണ്ട് ഒരാള് ചെറുപ്പത്തിലേ നമുക്ക് ഒരാള് പറഞ്ഞു തന്നു അങ്ങനെ തന്നെ ജീവിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മളതൊരു കെട്ടിയിടുന്ന ഒരു സാധനമാണ് മതം. അപ്പൊ അതിൽ നിന്ന് വെളിയിലേക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പ്ലോർ ചെയ്യാം. ഒരുപാട് കാര്യങ്ങൾ ചുറ്റുമുണ്ട്. അത് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് വേണ്ടത് എന്ന് നമുക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ മനോഹരമായ രീതിയിൽ തന്നെ സിറാജുദ്ദീൻ കാസിമി ഇതുപോലത്തെ ഒരുപാട് മത്സ്യങ്ങളുണ്ട്. മത്സ്യങ്ങൾക്കറിയില്ലല്ലോ, മത്സ്യമെന്ന് പറയുന്നൊരു മണ്ടത്തരം പോലത്തെ ജീവിയാണ്. കാരണം ഈ റസ്മിനെ പോലത്തെ ഒരുപാട് ആളുകൾ, നൂറാദില, ഇങ്ങനെ ഒരുപാട് പെൺകുട്ടികൾ, മുസ്ലിം പെൺകുട്ടികൾ, ഇവർക്കൊക്കെ കൃത്യമായി അറിയാം. കാരണം ഇവർ മനസ്സിലാക്കുന്നത് ഇത് വലിയ, കാരണം മത്സ്യവും അങ്ങനെ തന്നെയാണല്ലോ. ഈ കൊഴുത്ത മണ്ണിറയെ അതിൻ്റെ ചൂണ്ടയിൽ, അതായത് നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന ഗാളത്തിൽ ഗാളിടല്ലോ മീനിക്ക്, മീനിനറിയില്ലല്ലോ, മത്സ്യത്തിനറിയില്ലല്ലോ ഇതിൻ്റെ ചുണ്ടിൽ ഈ ഇരുമ്പിൻ്റെ കുളത്തുണ്ട്, ഞാനിതിൽ കുടുങ്ങി പോകുമെന്നറിയില്ല. ഇതിങ്ങനെ കാണുമ്പോൾ മത്സ്യം ആർത്തിയോട് കൂടി അത് കഴിക്കാൻ വരും. അതിനോടിപ്പോൾ ഉപദേശിച്ചാൽ ഉപദേശം നടക്കുമോ? ഇതാ ഈ ചുണ്ടയിൽ കാണുന്ന ഈ ഭക്ഷണ ആർത്തിയോട് കൂടി കഴിക്കാൻ വേണ്ടി നീ എത്തിയാൽ നിന്നെവരെ പിടിച്ച് കടാര കൊണ്ട് നിന്നെ മുറിച്ച് നിന്നെ കഷ്ണങ്ങളാക്കി കത്തിജ്വലിക്കുന്ന അഗ്നിയിൽ എണ്ണയിട്ട് ഉപ്പു മുളകിട്ട് നിന്നെ ഇവർ മുറിച്ച് തിന്നുമെന്ന് മത്സ്യത്തിന് പറഞ്ഞാൽ മത്സ്യത്തിന് അറിയില്ല. മത്സ്യം നോക്കി പറയും,
ഇത് ഏത് ലോകത്തെക്കുറിച്ചാണ് പറയുന്നത്? ഇതൊക്കെ നടക്കാൻ പോകുന്നതാണോ? ഇപ്പം എൻ്റെ കൺമുമ്പിൽ കാണുന്ന ഈ ഭക്ഷണമെന്നുള്ള യാഥാർത്ഥ്യം, ഇതല്ലേ ഞാനിപ്പോൾ കഴിക്കേണ്ടത്, ഇതല്ലേ ഞാൻ കഴിക്കേണ്ടത് എന്നേ മത്സ്യം പറയുള്ളൂ. അതിനറിയില്ലല്ലോ. അതിൻ്റെ കൺമുമ്പിൽ കാണുന്ന ഭക്ഷണമാണ് യാഥാർത്ഥ്യമായി കാണുന്നത്. ഈ കൺമുമ്പിലുള്ള ഭക്ഷണം ഇട്ട് ഇതിനെടുത്ത് ഇതിനെ കടാര കൊണ്ട് മുറിക്കുമെന്നും പിന്നെ ഒരുപാട് വലിയ ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു ലോകത്തിലേക്ക് എത്തുമെന്ന് മത്സ്യക്കറിയില്ല. ഇതാണ് ഇവരുടെ ഉദ്ദേശമൊക്കെ എന്ന് പറഞ്ഞാൽ. കാരണം ഒരുപാട് രീതിയിൽ നോക്കുന്നുണ്ട് റീച്ച് കൂട്ടാനൊക്കെ. പറ്റാതിരിക്കുമ്പോൾ അവർക്കറിയാം ഇസ്ലാമിനിങ്ങനെ ചൊരിഞ്ഞാൽ തീർച്ചയായും ഇത്തരക്കാരെക്കുറിച്ച് കമൻ്റ് എഴുതാനോ വീഡിയോ ചെയ്യാനോ പോകാതിരിക്കലാണ് നല്ലത്. കാരണം അവരുടെ ഉദ്ദേശം അത് തന്നെ, അതവിടെ നടക്കുകയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട സിറാജുദ്ദീൻ കാസിം പറയും, എത്ര 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 തുള്ളാൻ എത്ര സാധിക്കും? അസ്രായിൽ വന്ന് പിടിക്കില്ലേ അല്ലേ? പിടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വഖിർ അള്ളാഹു നഫ്സൻ ഇതാ ജാ അജലുഹ അള്ളാഹു ഖബീറും ബിമാ തഅമൽ. ഇത് പുറത്ത് ലോകത്ത് ഇവരൊക്കെ അറിയപ്പെടുന്നതുകൊണ്ട് നമുക്കറിയുന്നു. നമ്മുടെ ചുറ്റുഭാഗത്തുള്ള ചില പെൺകുട്ടികളുടെ അവസ്ഥ ഇങ്ങനെയാണ്. എല്ലാവരുമല്ല, എത്രയോ സ്വാലഹീങ്ങളായ മക്കളുണ്ട്. ഉമ്മയെയും ഉപ്പയും വഞ്ചിച്ചുകൊണ്ട്, ആ പ്രിയപ്പെട്ട ഉപ്പയും ഉമ്മയും വഞ്ചിച്ച് വീട്ടിൽ നിന്ന് പുറത്തു പോകും. രാത്രി ആ വീട്ടിലേക്ക് വരുമ്പോൾ ചിന്തിക്കണം, എൻ്റെ ഉമ്മയുടെ ആ പൊന്നു ശരീരം ഒരാൾക്കും കൊടുക്കാതെ അള്ളാഹുവിനോട് കാത്തു സൂക്ഷിച്ച ആ ശരീരത്തെ ആ ഉമ്മയും ഉപ്പയും വഞ്ചിച്ചുകൊണ്ട് നീ ചെയ്യുന്ന പ്രവൃത്തിയൊക്കെ. ഇന്നലെ കണ്ടില്ലേ, ജസ്മീന് പോകുന്ന ഗബ്രിയെ കൂടെ അല്ലേ പോകുന്ന ആ വീഡിയോസുകളും ഞങ്ങളിവിടെയാണ് റൂം എടുത്തത് എന്ന രീതിയിലൊക്കെ. അവർ ഭാര്യ ഭർത്താക്കന്മാരാണോ? അല്ല ഭാവിയിൽ അവർ വിവാഹം കഴിക്കാൻ പോകുന്നവരാണോ? അതുമല്ലല്ലോ. ഇത് കാണുമ്പോൾ മറ്റുള്ളവരും അതിന്, കാരണം നമ്മുടെ രാജ്യം ഇന്ത്യ രാജ്യമാണ്, ഇവിടെ എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം, അതവരവരുടെ ഇഷ്ടമാണ്. ഇത്തരത്തിൽ ഈ സന്ദേശം കൊണ്ട് അതൊരു മുസ്ലിമീങ്ങളായിട്ട് പോലും ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ പുറത്തു തള്ളുമ്പോൾ നമുക്കും ഇതുപോലെ ജീവിക്കാമല്ലോ എന്ന് അവർക്ക്, കാരണം ഒരുപാട് ആളുകളുടെ വഴി തെറ്റിക്കുകയാണ്. ഇത് സമൂഹത്തിൽ വലിയ നാശങ്ങൾ. കാരണം ഒരുപാട് മാതാപിതാക്കൾക്ക് തൻ്റെ പൊന്നുമക്കൾ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ജസ്മിൻ്റെ മാതാപിതാക്കൾ വിനന്തിച്ചതുപോലെ മറ്റുള്ള മാതാപിതാക്കൾക്ക് ഇതൊന്നും സഹിക്കാൻ പറ്റൂല. കാരണം ഒരു വിവാഹം കഴിക്കാത്ത ഒരു പുരുഷൻ്റെ കൂടെ പോവാ, ഭാവിയിൽ ഒരു വിവാഹം കഴിക്കാൻ പോലും, പരിശുദ്ധതയിൽ ഭാവിയിൽ വിവാഹം കഴിക്കുന്ന ആളെ കൂടെ പോലും ഹറാമാണ്, നിക്കാഹിൻ്റെ ശേഷമേ ഹലാലാകുന്നുള്ളൂ. എന്നാൽ ചില നാടൻ റോഡിൽ ഇപ്പം അങ്ങനെയാണല്ലോ. എന്നാലും അതും പോലും അല്ലല്ലോ, ഒന്നുമല്ല. ഭാവിയിൽ ഒരു വിവാഹം കഴിക്കാൻ പോലുള്ള വാഗ്ദാനം ഒന്നുമില്ല, കൂടെ കരങ്ങ. അപ്പോൾ ഇതൊരു കാണുമ്പോൾ മറ്റുള്ള പെൺകുട്ടികൾ ഇതൊക്കെ നല്ല നല്ല കാര്യമായിരിക്കും എന്ന് ആ രീതിയിൽ ചിന്തിക്കുകയാണ്. നമുക്കിതൊക്കെ നല്ല രസമായിരിക്കും. കാരണം ഈ മത്സ്യത്തിൽ എങ്ങനെ ഈ ആഹാരം കാണുമ്പോൾ, ഈ മണ്ണരെ കാണുമ്പോൾ, നല്ല കൊഴുത്ത മണ്ണരെ കാണുമ്പോൾ എൻ്റെ ഭക്ഷണം എൻ്റെ മുമ്പിൽ എത്തി നിൽക്കുകയാണെന്ന് പറഞ്ഞ് അത് കഴിക്കാൻ പോകും. പൂർത്തിയായി കഴിക്കാൻ പോലും അതിന് പറ്റൂല. അതിനിടയ്ക്കും അതിൻ്റെ കഥ കഴിഞ്ഞിരിക്കും. അത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ അവസ്ഥ, അത്രയേ ഉള്ളൂ. ഏത് സമയം എപ്പോഴും വേണമെങ്കിലും അസ്രായേൽ നമ്മുടെ കൂടെ വരാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാണ്, പെൺകുട്ടികളായ എല്ലാവരോടും. കാരണം നമ്മുടെ ജീവിതം, പ്രത്യേകിച്ച് റസ്മിനെ പോലത്തെ ആളുകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോളി, ഏത് രീതിയിൽ വേണമെങ്കിലും ജീവിച്ചേര്. പരിശുദ്ധമായ ദീനിനൊക്കെ നിങ്ങൾ എന്തിനാണ് വലിച്ചു കൊണ്ടുവരുന്നത്? മദ്രസ 6ാം ക്ലാസ് വരെ പോയിരുന്നുവെങ്കിൽ തീർച്ചയായും ഇത്തരത്തിലുള്ള വാക്കുകൾ വരുമായിരുന്നില്ല. പിന്നെ പോയിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വാക്കുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിൻ്റെ പിന്നിൽ ലക്ഷ്യം വേറെയാണ്. എങ്ങനെയെങ്കിലും റീച്ച് കൂട്ടണം, ജനങ്ങളുടെ ശ്രദ്ധ തന്നിലേക്ക് തിരിക്കണം. അതിനുള്ള ഏറ്റവും നല്ലൊരു മാർഗം പരിശുദ്ധമായ ദീനിനെ ഒന്ന് മാന്തുക എന്നുള്ളതാണ്. കാരണം ദീനിനെ മാന്തിയാൽ റീച്ച് കിട്ടുമെന്നുള്ളത് അവർക്കറിയാം. ഈ ചെറിയൊരു റീച്ചിന് വേണ്ടി അല്ലേ, ചെറിയൊരു ആഹാരത്തിൻ്റെ ആർത്തിയോടുകൂടി കഴിക്കാൻ പോയാൽ അനുഭവിക്കേണ്ടത് വലിയ നഷ്ടമാണ്. ഞാനിപ്പോൾ റസ്മിനിക്ക് വേണ്ടിയോ മറ്റാർക്കൊന്നും പറയലല്ല. എൻ്റെ പെൺകുട്ടികളായ സഹോദരിമാർ, ഇത്തരത്തിലുള്ള ചിന്താഗതിയുള്ളവർ ചിന്തിക്കേണ്ടത് ഇതൊക്കെ ഇന്നോ നാളെ കഴിയേണ്ട ദുനിയാവാണ്. ശാശ്വതമായ ലോകത്ത് നമുക്ക് വിജയിക്കേണ്ടത്. ദുനിയാവ് എങ്ങനെ കഴിഞ്ഞു പോകും? ദൈവരീച്ചുണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് കഴിഞ്ഞു പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല
നല്ല ബോധം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഓരോ വിഷയങ്ങൾ കാണുമ്പോൾ കേൾക്കുമ്പോഴൊക്കെ പറയാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം അവർ ചിന്തിക്കുന്ന ചിന്താഗതിയൊക്കെ കാരണം എന്തോ ഒന്ന് നേടാൻ പോവുകയാണെന്ന് വിചാരിക്കുകയാണ്. ഒന്നും നേടാനില്ല. നിങ്ങളെപ്പോലത്തെ വീഡിയോസ് ചെയ്ത് ഒരുപാട് ലൈക്ക് കൂട്ടിയവർ ഇന്നുണ്ട്. ഇന്ന് അവർക്കുള്ള ഖബർ നമുക്കൊക്കെ അറിയാമല്ലോ. ഒന്ന് പോയി നോക്ക് അല്ലേ. റിഫ, മെഹനു, നോക്ക് ഇന്ന് ഖബർ അരികിൽ ആരുണ്ട് അവിടെ? അള്ളാഹു പൊരുത്തു കൊടുക്കട്ടെ, ഖബർ വിശാലമാക്കട്ടെ. അങ്ങനെ എത്ര പെൺകുട്ടികളുണ്ട് ഇവിടെ ഖബറിനരികിൽ. ഒന്ന് ഇപ്പോൾ പോയി നോക്ക്, ആരുമില്ല. ഒറ്റക്ക് കടന്നിരിക്കുകയാണ്, ഒറ്റക്ക് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എല്ലാം. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പൊരുത്തു കൊടുക്കട്ടെ. നമുക്കങ്ങനെ പ്രാർത്ഥിക്കാം. പക്ഷേ അവിടെ ഇന്ന് അവളെ കൂടെ നിന്നവരാവട്ടെ, അല്ലെങ്കിൽ അവൾക്ക് ലൈക്ക് അടിച്ചവരാകട്ടെ, അവൾക്ക് സപ്പോർട്ട് ചെയ്ത പ്രിയപ്പെട്ട ഭർത്താവും പോലും ഇല്ലല്ലോ, പ്രാർത്ഥനയ്ക്ക് പോലും ഇല്ലല്ലോ. കൂടെ കിടക്കണ്ട, ഒന്ന് പ്രാർത്ഥിച്ചതിയാ ചെയ്യാൻ ആരുമില്ല, ഒറ്റക്കാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല കാക്കട്ടെ. നാം ഒരിക്കലും മണ്ഡനായ മത്സ്യങ്ങളെപ്പോലെ ആകരുത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നല്ല ബോധം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.